ഇന്ന് നമ്മുടെ ഓമനമ്മയുടെ പിറന്നാളാണ്. എൻ്റെ ഓമനമ്മയുടെ പിറന്നാൾ ഒരേ മാസമാണ്. കുംഭമാസത്തിലാണ് എൻ്റെ ഓമനമ്മയുടെ പിറന്നാൾ. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ പിറന്നാൾ അങ്ങനെ എന്നതാ എല്ലാ പ്രാവശ്യവും നല്ല അതിഗംഭീരമായിട്ട് അലങ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം പിന്നെ മുത്തപ്പൻ്റെ അടുത്ത് പിറന്നാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല. ആ ദിവസം മൊത്തം മുത്തപ്പൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ആഘോഷിച്ചില്ല, പുറത്തു പോയായിരുന്നു ആഘോഷിച്ചേ. ഇന്ന് നമുക്ക് ഓമനമ്മയുടെ പിറന്നാൾ. ഓമനമ്മ അറിയാതെ നമുക്ക് ഓമനമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. ഓമനമ്മയുടെ എന്നതാ അതിൻ്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്നും പറയാൻ പറ്റിയില്ല. ചിലപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയുമ്പോഴത്തേനും പോകണ്ടേന്നൊക്കെ പറയും എന്നോട്. തമാശയ്ക്കാട്ടോ, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം ഈ സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ ഈ ഭിത്തിയിൽ അലങ്കരിക്കാൻ പോവുകയാണ്. ഇത് അമ്മ ഇവിടെ അടുക്കളയിലാണ്. ഓക്കെ, നമ്മളിനി ഇതെവിടെ അലങ്കരിക്കാൻ പോവാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവം മാത്രം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താ കൊമ്പ് മീക്കിയോ? എന്തേലും ആവട്ടെ, അങ്ങനെ ഒരു സാധനം ശരിയാക്കിയിട്ടുണ്ട്. ഇനി ബലൂണൊക്കെ അമ്മ ഒട്ടിക്കും. അയ്യോ, ഇങ്ങനെ തുമ്മല്ലേ കേട്ടോ. അമ്മ പാചകത്തിൻ്റെ ഇടയിലുള്ള തുമ്മലും കഴിഞ്ഞ് വരുന്നുണ്ട്. ബലൂൺ ഒട്ടിക്കാൻ പോവാണ് ഇനി. ഓമനമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പയ്യെ വേദിൽ ഇങ്ങോട്ട് അടച്ചു എന്നിട്ട് തിന്നാതിരുന്നോളാൻ പറഞ്ഞു. ഇപ്പം നമുക്ക് വിളിച്ച് കയറ്റാം. അമ്മേ ഹാപ്പി ബർത്ത്ഡേ. അമ്മയ്ക്ക് ആകെ ഇഷ്ടമുള്ളത് ഈ ഇങ്ങനത്തെ ഗ്യാസുകൾ മാത്രമാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും മേടിച്ചു കൊടുക്കാൻ തോന്നിയില്ല. അപ്പം ഇത് പിടിച്ച് പിറന്നാൾ ആഘോഷിക്കുക. അപ്പം ഓമനമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എല്ലാവർക്കും സന്തോഷമായ ദിനം ആശംസിക്കുന്നു. പിന്നെ ഞാൻ എല്ലാവരും ഓമനമ്മേനെ വിഷ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ടു. മുട്ട ഇതും കഴിക്കല്ലേ വാവേ, ഷുഗറല്ലേ. കയ്യിലൊന്നും തരുന്നില്ല. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ ഓമനമ്മയ്ക്കും മുട്ടായി കൊടുത്തു, ഓമനമ്മ എനിക്കും തന്നു. ഒരു എന്നതാ ഗ്യാസ് വെള്ളം കൊടുത്തു. നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഒരു കൊച്ചു പിറന്നാൾ. നമ്മൾ വിചാരിച്ച പോലൊന്നും നടന്നില്ല. ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഓമനമ്മ കയറി വന്നത്. പകുതിയൊക്കെ കുളമായി, പകുതിയൊക്കെ ശരിയായി. അപ്പോൾ അത്രേ ഉള്ളൂ. ചേട്ടാ.